ഹായ് സുഹൃത്തുക്കളെ, അതെ നമ്മുടെ പൈനാപ്പിളിൻ്റെ ഏറെക്കുറെ അംഗം വെട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്രിക്കൻ കണ്ടില്ലേ, ഇത്ര ഉയരത്തിലാണ് ഇത് കായ്ച്ചത്. അതിൻ്റെ കടവണ്ണം കണ്ട, ഇതാണ് ഒരു കരിമ്പിൻ്റെ ഒരു വണ്ണമുണ്ട് അതിൻ്റെ തണ്ട്. അപ്പോൾ ഒരു സക്കർ പോലും ഉണ്ടായില്ല. അപ്പോൾ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ, ഈ കുറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടെ നിന്ന് സക്കർ പൊട്ടും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്രൗൺ ഒരു മൾട്ടി ക്രൗണായിട്ടൊരു 3 ഉണ്ടായിരുന്നു. 3 ഞാൻ കൊടുത്തു. പിന്നെ ഉള്ളത് ഏറ്റവും കൂടുതൽ മക്കളെ തന്നത് ഇതാണ്. മക്കളെന്ന് പറഞ്ഞാൽ ചെറിയ കരിച്ചക്കയല്ല കേട്ടോ, തൈകൾ. ഓൾറെഡി ചക്ക വരുന്നതിന് മുന്നേ 2 ഞാൻ കൊടുത്തായിരുന്നു. പിന്നെ ഒരു 7 തൈകൾ വേറെ ഉണ്ടായി. പിന്നെ അത് ഏറ്റവും ആദ്യത്തെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് സക്കര പൊട്ടിയതാണിത്. അപ്പോൾ 1, 2, 3, 7, 10 ഇതും കൂടെ 11 തൈകൾ കിട്ടി ഇതിൽ നിന്ന്. അപ്പോൾ ഇത് 1000 രൂപയ്ക്ക് ഞാൻ മേടിച്ചതായിരുന്നു. ഞാൻ എന്നിട്ട് ഇതിൻ്റെ തൈകൾ അതിൻ്റെ പകുതിയുടെ അടുത്ത് പകുതിയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു. അപ്പോൾ നമുക്കത് ലാഭമായി. ഇതാണ് ഇതിൻ്റെ വരുന്ന അടുത്ത സക്കർ. ഇത് ഇവിടെ അങ്ങനെ പറയ്ക്കാതെ നിർത്തി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വലുതാവും. നമ്മൾ ഇത് പിന്നെ സമീപ ഭാവിയിൽ ഇതിൻ്റെ ആദ്യത്തെ കുട്ടി കായ്ക്കും. നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നൈജീരിയൻ പൈനാപ്പിളിൻ്റെ വിളവെടുപ്പ്. ഇത് കെനിയൻ റെഡാണ്. ആവണമുള്ളൂ. ഇതിൻ്റെ ക്രൗൺ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ലിപ്പ് SLIP, ചക്കയുടെ അടിയിൽ നിന്ന് വരുന്ന ചെടിക്ക് സ്ലിപ്പ് എന്നാണ് പറയുക. ഇലക്കവളിയിൽ നിന്ന് വരുന്നത് സക്കർ, ഇത് ക്രൗൺ. സ്ലിപ്പ് ഞാൻ കുഴിച്ചിടെ എടുക്കും, സക്കർ ക്രൗൺ കൊടുക്കും. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു പപ്പായ നിന്നിരുന്ന ആ പപ്പായമ പിടിച്ച് കെട്ടിയേക്കായിരുന്നു. അത് ശരിക്ക് പ്രിൻസ് ജേക്കബിൻ്റെ പ്രിൻസ് ജേക്കബ് എന്നാന്നുകൊണ്ട് പേര്. ഗ്രേസ് ഗാർഡനിൽ നൈജീരിയൻ വിളവെടുത്ത സമയത്ത് ഈ ഒരു ക്രൗണിൻ്റെ ഇടയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പ്ലാന്റുകൾ, ഈ ഓരോ ഇലക്കവിളിയിൽ നിന്ന് ചെറിയ ചെറിയ പ്ലാന്റുകൾ വന്നിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒറ്റ ക്രൗണായിട്ടാണ് വന്നത്. അത് മാത്രമല്ല, ഒരു പ്ലാന്റ് അല്ലേ, ഒരു ചെടി ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇതാണോ പറഞ്ഞത്? ഇവിടെ ഒരു ചെടിയുണ്ട്, അപ്പുറത്തുണ്ടാ. ഒരു ചെടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചെടി നമ്മൾ നടാനെടുക്കും. ഇത് ഇവിടെ അടിയിൽ വേറെ ഉണ്ടോ? ഒരു മിനിറ്റ്. ഇത് നല്ലൊരു സക്കർ ഇവിടെ വേരിന്ന് വന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് കായ്ക്കും. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, അത് കണ്ടില്ല. പിന്നെ അത് മാത്രമല്ല, വിളവെടുത്തതിന് ശേഷം നമുക്കിത് വെട്ടണം. അത് ഞാൻ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഇലകളൊക്കെ വെട്ടിക്കളയണം. നമുക്കിതിൻ്റെ തൂക്കം നോക്കൽ മാത്രമേ നടക്കുകയുള്ളൂ. ഞാൻ ഈ അവിടെ അറ്റത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നതിനെ ചെയ്ത് വെച്ചത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ബ്രസീലിയനാണ്. ബ്രസീലിയൻ ഇവിടെ നിന്നൊക്കെ ചെടികൾ പൊട്ടിച്ച്, ഇനി ചെടികൾ പൊട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞു. പിന്നെ ഇത് നല്ല മധുരമുള്ള, ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചതിൽ ഏറ്റവും മധുരമുള്ളൊരു സാധനമായിരുന്നു ഇത്. മുള്ളില്ലാത്തത്. പക്ഷേ ഇത് മുള്ളില്ലാത്ത പൈനാപ്പിൾ എന്ന് പറഞ്ഞ വില കുറച്ച് കണ്ടു. പക്ഷേ അത് MD2 മറ്റെന്തോ ആണ്. അപ്പോൾ ഇങ്ങനെ വെട്ടിയ സമയത്ത് ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെയും അധികം താമസിയാതെ തൈകൾ വരുന്നതാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് വെട്ടിയിട്ട്, ഇത് മണം വരുന്നുണ്ടല്ലേ നോട്ടെ. അടുത്തൊന്ന് മണപ്പിച്ചാലേ കിട്ടുന്നുള്ളൂ. മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടി ഇവിടെ നിന്ന് പഴുക്കാതെ നമ്മൾ പൊട്ടിച്ച് വെച്ച് പഴുത്താൽ മധുരം കൂടും എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് 2 നമ്മൾ മുറിച്ച ഉടനെയാണ് കഴിച്ചത്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് വെച്ചിട്ട് പഴുപ്പിക്കാം. ആഫ്രിക്കൻ അതിൻ്റെ റിവ്യൂ ഇടാനായിട്ട് നമുക്ക് പറ്റിയില്ല. കാരണം അത് കൂടുതൽ പഴുത്തിട്ടില്ല. ഇരുന്ന് പഴുക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അതിനേക്കാളും മഞ്ഞ കളർ വന്നത്. അപ്പോൾ അതിൻ്റെ ക്രൗൺ അടക്കം വെട്ടിയിട്ടാണ്, ആഫ്രിക്കൻ അവിടെ നിൽക്കണതിൻ്റെ ക്രൗൺ അടക്കം വെട്ടിയിട്ടാണ് നമ്മൾ പഴുക്കാൻ വേണ്ടി വെച്ചത്. ഇത് ക്രൗൺ വെട്ടിക്കളയാണ്ട് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ക്രൗണും എനിക്കൊരു പരീക്ഷണം നടത്തണം. ഇതിൽ നിന്ന് തൈകൾ പൊട്ടിക്കാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ തൂക്കം എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ചക്ക വെട്ടിക്കുക, ബാക്കി പിന്നെ വെട്ടാം. ഇത് ആഫ്രിക്കനൊക്കെ ഒരേ തൂക്കാവാനാണ് ചാൻസ്. ആഫ്രിക്കൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വെച്ച് തരാം. അറഞ്ചം പുറഞ്ചം വെട്ടല്ല കേട്ടോ, അത് മുറിച്ചാൽ മതി, അല്ലെങ്കിൽ തൈകൾ കേടാവും. അതവിടെ ഇട്ടിട്ട് പോന്നോ, അതൊന്ന് തൂക്കം നോക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, മുള്ളുകൾ ഇങ്ങനെ
ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന സാധനം. മുള്ളല്ല ശരിക്കും, അതിൻ്റെ ഈ ചെതുമ്പൽ പോലെയുള്ള ഭാഗം. അപ്പോൾ ഇത് എത്രയുണ്ട് തൂക്കം നമുക്ക് നോക്കാം. മിക്കവാറും ഈ ക്രൗണും അടക്കം തൂക്കി നോക്കിയപ്പോൾ ഒരു 4 സംതിങ് ആണ് ആഫ്രിക്കൻ വന്നത്. ഇതും അത്ര ഇനി പ്രതീക്ഷിക്കുന്നുണ്ട്. ചക്ക വെട്ടി മാറ്റി കഴിഞ്ഞൊരു 3 സംതിങ്, അല്ല ക്രൗൺ വെട്ടി മാറ്റി കഴിഞ്ഞൊരു 3 സംതിങ് വരും. അങ്ങനെ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-നടുത്ത് കാണും. നമുക്ക് തൂക്കം നോക്കാം. നമ്മുടെ ത്രാസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ തൂക്കം നോക്കാം. ഇത് വെച്ചേ മറക്ക് കണ്ടില്ലേ, ഒരു 3.5 ഉള്ളൂ. നമുക്ക് അത്രയ്ക്ക് ഒരുപാട് കിട്ടുന്നില്ല കേട്ടോ തൂക്കം. അത് നമ്മൾ വളം ചെയ്യുന്നതിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. കാരണം ചിലർക്കൊക്കെയും 4-5 കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ക്രൗൺ വെട്ടി മാറ്റി കഴിഞ്ഞാൽ ഒരു 200 ഗ്രാം ആ വഴിക്ക് അങ്ങ് പോകും. അപ്പോൾ ഒരു 3,500 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇതിൻ്റെ തൂക്കം. ഓക്കെ, അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്കിത് അങ്ങനെ തന്നെ എടുത്ത് വെക്കാം. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് റിവ്യൂ എന്തായാലും ലോങ് പൈനാപ്പിൾ കൂന്താണി 3-ാം വേരിയൻറ്റിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ ആഫ്രിക്കൻ്റെ ടേസ്റ്റും നൈജീരിയൻ്റെ ടേസ്റ്റും നമുക്ക് ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ തൈകൾ വേണ്ടവർ 94 95 55 13 37 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പക്ഷേ തൈകൾ ഇപ്പോൾ ആവുന്നേ ഉള്ളൂ. ഞാൻ കാണിച്ചു തന്നില്ലേ, ഇലയൊക്കെ വെട്ടി വെച്ചിട്ട് അതിൽ നിന്ന് ഇനി തൈകൾ വന്ന് തുടങ്ങണം. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.